സ്കോട്ട്ലൻഡിലെ എഡിൻബറ കാസിലാണ്. നമ്മൾ എഡിൻബറ കാസിൽ വ്യൂ ചെയ്യാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു ഹിസ്റ്റോറിക് പ്ലേസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് ഇൻഫർമേറ്റീവായിട്ട് കിട്ടും. ഹിസ്റ്റോറിക് സ്കോട്ട്ലൻഡിൻ്റെ മെമ്പർ ആണെങ്കിൽ നമുക്ക് എഡിൻബറ കാസിലെ വിസിറ്റ് ഫ്രീ ആണ്. സ്കോട്ട്ലൻഡിന്റെ ക്യാപിറ്റലായ സിറ്റി ഓഫ് എഡിൻബറ ആരെയും അസൂയപ്പെടുത്തുന്ന ലീഡിംഗ് കൾച്ചർ ആൻഡ് ക്രിയേറ്റീവ് സിറ്റി ഇൻ യൂറോപ്പ് എന്ന അവാർഡ് നേടിയ സിറ്റി. എഡിൻബറയിലെ പ്രിൻസസ് സ്ട്രീറ്റിൽ നിന്നും മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ എഡിൻബറ കാസിൽ യൂറോപ്പിലെ തന്നെ ഒരു വൻ അത്ഭുതമാണ്. കാസിൽ ഓഫ് റോക്ക് എന്നറിയപ്പെടുന്ന ഒരു എക്സ്റ്റിങ്ക്ട് വോൾക്കാനോയുടെ മുകളിലാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. സ്കോട്ടിഷ് കിങ് ആയിരുന്ന കിങ് ഡേവിഡ് ദ ഫസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് ആണ് 12th സെഞ്ചുറിയിൽ ഈ കാസിൽ പണി കഴിപ്പിച്ചത്. ഇപ്പോൾ ഇത് ബ്രിട്ടനിലെ മോസ്റ്റ് ബിസീജ്ഡ് പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്കോട്ടിഷ് റോയൽ റെസിഡൻസിന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് മിലിറ്ററി ബേസും കൂടി ആയിരുന്നു. കാസിലിന് ചുറ്റും 3 സ്റ്റീപ്പ് ക്ലിഫ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഡിഫെൻസീവ് കാസിലും കൂടിയാണ്. കാസിലിന്റെ മെയിൻ എൻട്രൻസിൽ തന്നെ കിങ് റോബർട്ട് ദ ബ്രൂസിന്റെ സ്റ്റാച്യൂവും അതുപോലെ തന്നെ സ്കോട്ടിഷ് നാഷണൽ ഹീറോ ആയിരുന്ന സർ വില്യം വാലസിന്റെ സ്റ്റാച്യൂവും വെച്ചിട്ടുണ്ട്. കിങ് ജെയിംസ് ദ 6th ഓഫ് സ്കോട്ട്ലൻഡ് അഥവാ ജെയിംസ് ദ ഫസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിന്റെ ബർത്ത് പ്ലേസ് കൂടിയാണ് എഡിൻബറ കാസിൽ. അതുപോലെ തന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലെ ആയിരക്കണക്കിന് പ്രിസണേഴ്സിനെ ഇവിടെയാണ് താമസിപ്പിച്ചിരുന്നത്. കാസിലിന്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് റോയൽ മൈൽ വഴിയാണ്. റോയൽ മൈല് ഡയറക്ട്ലി ഹോളിറൂഡ് പാലസിലേക്ക് കണക്റ്റഡും കൂടിയാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഗൈഡഡ് ടൂർ ഉണ്ട്. നമുക്ക് ടൂർ ടോക്കിനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. കുറച്ചു നേരമൊക്കെ നമ്മൾ ഇവർ പറയുന്നത് കേൾക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് പോകും. എന്താ ഒരു വ്യൂ അല്ലേ! സ്പെക്ടാക്കുലർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പൂർണ്ണമാകുന്നത്. മറ്റ് സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ എഡിൻബറ യൂറോപ്പിൽ ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം അവർ ആ പഴയ ബിൽഡിങ്ങും ആ ഒരു കൾച്ചറും ഒന്നും നശിപ്പിക്കാതെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഓരോ സീസണിലും എഡിൻബറയ്ക്ക് പ്രത്യേകം അപ്പിയറൻസ് ആണ്. വിന്ററിൽ എന്തൊരു രസമാണെന്നറിയുമോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. അതുപോലെ തന്നെ സമ്മറിൽ ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽസ് നടക്കുന്ന ഒരു സ്ഥലമാണ് എഡിൻബറ. എഡിൻബറയിലെ സമ്മർ ഫെസ്റ്റിവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. സ്കോട്ട്ലൻഡിലെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ട ഒരു കാര്യമാണ്, യൂറോപ്യൻ യൂണിയനിലെയും അമേരിക്കയിലെയും ജപ്പാനിലെയും ചൈനയിലെയും ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് എഡിൻബറ. കാസിലിന് 4 ബാരിയേഴ്സാണ് ഉള്ളത്. അത് നിർമ്മിച്ചിരിക്കുന്നത് 3 വുഡൻ ഡോർസും അയൺ പോർട്ട്കാലസും കൊണ്ടാണ്. 1314 സ്കോട്ടിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം കിങ് റോബർട്ട് ദ ബ്രൂസ് ഈ കാസിൽ ബേൺ ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു. ഇംഗ്ലീഷുകാർ പിന്നെയും സ്കോട്ട്ലൻഡിലേക്ക് വരാതിരിക്കാനും കാസിൽ കൈയടക്കാതിരിക്കാനുമായിട്ട്. അതിനുശേഷം സ്റ്റുവർട്ട് മോണാക്സ് ആണ് ഇത് റീബിൽഡ് ചെയ്ത് കാസിൽ പല രീതിയിൽ സ്ട്രക്ചറലി മാറ്റം വരുത്തി ഇതുപോലെ മനോഹരമായ ഒരു കാസിലാക്കി മാറ്റിയത്. അപ്പോൾ ഇതാണ് കാസിലിൻ്റെ ഒരു ബേസിക് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമുക്കുള്ളിലോട്ട് പോയി മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗണ്ണുകളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. സ്കോട്ട്ലൻഡിൻ്റെ ഡിഫെൻസീവ് കാസിൽ എന്നറിയപ്പെടുന്ന സ്റ്റെർലിംഗ് കാസിലിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ 1 o'clock ഗണ്ണാണ് കാണാൻ പോകുന്നത്. എഡിൻബറയിലെ ഫേമസ് ആയിട്ടുള്ള 1 o'clock ഗണ്ണ്. നിങ്ങൾ എഡിൻബറയിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ 1 o'clock ഗണ്ണ് ഫയർ ചെയ്യുന്നത് കാണാം. തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത്രയും മുകളിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും സ്കോട്ട്ലൻഡ് മൊത്തത്തിൽ ഇവിടെ നിന്നൊന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ വിസ്കി ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ സ്കോട്ടിഷ് വാർ മെമ്മോറിയലും ഒക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം നമുക്ക് പോയി കാണാവുന്നതാണ്. കിങ് ഡേവിഡ് ഫസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് അദ്ദേഹത്തിൻ്റെ മദറായിരുന്ന ക്വീൻ മാർഗരറ്റിന് ഒരു ചാപ്പൽ പണിത് കൊടുത്തായിരുന്നു. ക്വീൻ മാർഗരറ്റ് പിന്നീട് സെയിൻറ്റ് മാർഗരറ്റ് ആയിരുന്നു. ഇതാണ് എഡിൻബറയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ബിൽഡിംഗ്. ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിലിപ്പോഴും സെറിമണീസ് നടക്കാറുണ്ട്. ഇനി ഒരു വെടിക്കെട്ട് ഐറ്റം കാണാം. ഇവൻ്റെ പേരാണ് മോൺസ്മെഗ്. മെഡീവൽ ടൈമിൽ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ക്യാനൺ ആയിരുന്നു ഇത്. കിങ് ജെയിംസ് II വെഡ്ഡിംഗ് ഗിഫ്റ്റായിട്ട് 1457 ഫിലിപ്പ് ദ ഗുഡ് ഡ്യൂക്ക് ഓഫ് ബർഗണ്ടി കൊടുത്ത ഒരു ഗിഫ്റ്റായിരുന്നു. ഒരു ഏരിയ മുഴുവൻ പൊട്ടിച്ച് തീർക്കാനായിട്ട് ഇവൻ്റെ ഒരൊറ്റ ഷോട്ട് മതിയായിരുന്നു. കുറേ നാൾ ഇംഗ്ലീഷുകാർ ഇവനെ കൊണ്ട് ടവർ ഓഫ് ലണ്ടനിൽ വെച്ചായിരുന്നു. അവസാനം സ്കോട്ട്ലൻഡിലെ ആളുകൾ ബഹളം ഉണ്ടാക്കി ക്യാമ്പയിൻ നടത്തി തിരിച്ച് ഇത് സ്കോട്ട്ലൻഡിൽ തന്നെ കൊണ്ടുവന്നു. ഇനി നമുക്ക് കാസിലിൻ്റെ ഗ്രേറ്റ് ഹോൾ കാണാം. ഈ ഗ്രേറ്റ് ഹോളിലാണ് സെറിമണീസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോയൽ ഫങ്ഷൻസും ഒക്കെ നടത്തുന്നത്. ഈ റൂഫിങ് ചെയ്തിരിക്കുന്ന ടിമ്പർ നോർവേയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ബാറ്റിൽ ഓഫ് വാട്ടർലൂ നടന്നപ്പോൾ സ്കോട്ടിഷ് കാവലറി സോൾജറായിരുന്ന ചാൾസ് യൂവർട്ട് ഫ്രഞ്ച് 45E റെജിമെൻറ്റിൻ്റെ റെജിമെൻ്റൽ ഈഗിൾ ക്യാപ്ചർ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. യുദ്ധത്തിൽ ഒരു സോൾജിയർ ഒരു ഫ്രഞ്ച് ഇമ്പീരിയൽ ഈഗിൾ പിടിച്ചെടുക്കുന്നതിൻ്റെ അർത്ഥം നെപ്പോളിയനും ഫ്രഞ്ച് സൈന്യത്തിനും ഏറ്റ വൻ പരാജയമെന്നാണ് അറിയപ്പെടുന്നത്.
സ്കോട്ടിഷ് സോൾജിയേഴ്സ് വളരെ ഷാർപ്പും അതുപോലെ തന്നെ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇനി നമ്മൾ കാസിലിൻ്റെ റോയൽ റെസിഡൻസിൻ്റെ ബിൽഡിംഗ് ആണ്. അവരുടെ ബെഡ് ചേംബറും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് റോയൽ റെസിഡൻസിൻ്റെ ആ ഒരു ഫാമിലി ട്രീ നന്നായിട്ട് ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിങ് ജെയിംസ് ബൈബിൾ ആണ്. ഇതിന് ഓതറൈസ്ഡ് വേർഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എയർലി മോഡേൺ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ക്രിസ്ത്യൻ ബൈബിൾ ഫോർ ദ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ്. ഇത് ഒരു കാത്തലിക് ബൈബിൾ വേർഷൻ അല്ല. ഇനി നമുക്ക് സ്കോട്ട്ലൻഡിൻ്റെ വിവാദ നായികയായ മേരി ക്വീൻ ഓഫ് സ്കോട്ട്സിനെ കാണാം. മേരി ക്വീൻ ഓഫ് സ്കോട്ട്സിൻ്റെ പുത്രനായിരുന്നു കിങ് ജെയിംസ് ദ സിക്സ്ത്. കിങ് ജെയിംസ് ദ സിക്സ്ത് ഈ എഡിൻബറ കാസിലാണ് ജനിച്ചത്. അദ്ദേഹമാണ് കിങ് ജെയിംസ് ദ ഫസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്നും അറിയപ്പെടുന്ന ഇംഗ്ലീഷ് ത്രോണിനും കൂടെ അവകാശിയായത്. ഇനി നമുക്ക് ദ റോയൽ സ്കോട്ട്സ് ഡ്രാഗൺ ഗാർഡ്സിൻ്റെ ഒരു അടിപൊളി റെജിമെൻ്റൽ മ്യൂസിയം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ എല്ലാ പാലസുകളിലും കാസിലുകളിലും പോകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഒരു മിലിറ്ററി അല്ലെങ്കിൽ റെജിമെൻ്റൽ മ്യൂസിയം കാണാനായിട്ട് സാധിക്കും. ഫൈനലി നമുക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് എഡിൻബറ കാസിലിൻ്റെ പ്രിസണും അതുപോലെ തന്നെ പ്രിസൺസ് ഓഫ് വോറും കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി യുദ്ധങ്ങളിലുള്ള തടവുകാരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരുന്നു. കുറേ പേരൊക്കെ ഇവിടെ കിടന്ന് തന്നെ മരിച്ചുപോയി. പണ്ട് കാലത്തെ ഉടായ്പ പരിപാടികളൊക്കെ എന്താണെന്ന് ഇവരിവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജയിലിൽ കിടന്ന ആളുകളൊക്കെ ഈ മട്ടനൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ എല്ലുകൊണ്ട് ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിൻ്റെ കള്ളനോട്ട് ഉണ്ടാക്കുമായിരുന്നു. അത് എന്തൊക്കെയോ ഫ്രോഡ് പരിപാടികൾ കാണിച്ച് കള്ളനോട്ട് ഉണ്ടാക്കി ഗാർഡിന് ഇച്ചിരി കൈക്കൂലിയൊക്കെ കൊടുത്ത് ഇവർ ഇവിടുന്ന് ചാടാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംഭവം ഇവിടെ കറക്റ്റായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പണ്ട് ആൾക്കാർ കള്ളനോട്ട് ഉണ്ടാക്കിയിരുന്നുള്ളത്. ഇനി നമുക്ക് മിലിറ്ററി പ്രിസൺ കാണാം. ഇതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പകർന്നു നൽകിയത് കേട്ടോ. ശരിക്കും നമ്മൾ ത്രില്ലടിച്ച് പോകും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പണ്ടത്തെ കാലത്തെ ആ ഒരു പ്രിസൺ നമുക്ക് കാണാം. ഇത് ഒരാൾക്ക് മാത്രമായിട്ടുള്ള പ്രിസൺ ആണ്. അതുപോലെ 2 പേര് കിടക്കുന്ന പ്രശ്നമുണ്ട്. ഷെയർ ചെയ്തിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് അന്നത്തെ കാലത്തെ ആ ടോയ്ലറ്റ്, വാഷ് ബേസിനൊക്കെ ഉണ്ട്. സാഹിബിൻ്റെ നാട്ടിൽ അന്നും ഇന്നും ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ ഒത്തിരി മുൻപോട്ടാണ്. അന്നും പ്രിസണിലൊക്കെ കണ്ടോ എല്ലാവർക്കും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അത് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ കുറേയൊക്കെ മെച്ചപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.